നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 26 മുതൽ പരീക്ഷ ആരംഭിക്കുന്നു. 4th സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 3rd സെമ്മിൻ്റെ വാല്യുവേഷൻ തീരാറായി. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. PG ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 17 തീയതിക്ക് മുമ്പ് പ്രവേശനം നേടണം. BEഡിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 15 തീയതിക്ക് മുമ്പ് പ്രവേശനം നേടണം. യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് കോളേജിലെ ഏകജാതക പ്രവേശനത്തിനുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുള്ള രണ്ടാം പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 15 മുമ്പ് പ്രവേശനം നേടണം. PG പ്രവേശനം സംവരണ സീറ്റുകളിലെ ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 17 മുമ്പ് പ്രവേശനം നേടണം. പ്രാക്ടിക്കൽ BCA ഓഫ് ക്യാമ്പസിൻ്റെ 4ാം സെമസ്റ്റർ BVOC, 4ാം സെമസ്റ്റർ MSc ജിയോളജിയുടെ സ്പോട്ട് അഡ്മിഷന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. 4th സെമസ്റ്റർ PG ഇൻ്റഗ്രേറ്റഡ് PGയുടെ MA MSc പ്രോഗ്രാമിൻ്റെ ജൂലൈ 20 മുതൽ ഫീസ് അടയ്ക്കും. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി പരീക്ഷ ഓഗസ്റ്റ് 21 ആരംഭിക്കുന്നതാണ്. 4th സെമസ്റ്റർ PG പരീക്ഷ ജൂലൈ 30 ഡിഗ്രി പരീക്ഷ 26 ആരംഭിക്കും. ജൂലൈയിലാണ്. വിദൂര വിദ്യാഭ്യാസ വിഭാഗം UG PG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു. PhD രജിസ്ട്രേഷൻ ജൂലൈ 2004 സെക്ഷൻ്റെ ഓൺലൈൻ അപേക്ഷ. പരീക്ഷാഫലം 5-6 സെമസ്റ്റർ BA സോഷ്യോളജി വിദൂര വിദ്യാഭ്യാസം, 2ാം സെമസ്റ്റർ MA എക്കണോമിക്സ്, 2ാം സെമസ്റ്റർ MTech ഫുൾ ടൈം, 4ാം സെമസ്റ്റർ പാർട്ട് ടൈം മേഴ്സി ചാൻസ് പരീക്ഷ റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ ടൈം ടേബിൾ ജർമ്മൻ A1, 4ാം സെമസ്റ്റർ BA ഓണേഴ്സ് 24 ആരംഭിക്കുന്ന 8ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA BCom BBA LLB ജൂലൈ 23 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ LLM. 4ാം സെമസ്റ്റർ പരീക്ഷയുടെ ടൈം ടേബിൾ സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് PGCSS റാങ്ക് ലിസ്റ്റ് ജർമ്മൻ A2. പരീക്ഷാഫലം ഏപ്രിൽ നടത്തിയ ആനുവൽ സ്കീം BA അബ്സുലാമ പാർട്ട് 3 പരീക്ഷയുടെ റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട്, ടൈം ടേബിൾ, പരീക്ഷാഫലം, പരീക്ഷാ വിജ്ഞാപനം, പരീക്ഷാ ഫീസ് അടയ്ക്കാമെന്ന് സെക്കൻഡ് സെമസ്റ്റർ, സൂക്ഷ്മ പരിശോധന, വിവിധ വിഷയങ്ങളിൽ PhD നൽകി, സമ്പർക്ക ക്ലാസുകൾ. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.